ആ എടി ഞാൻ വരാം. ഞാൻ വന്ന് എന്തായാലും വരുന്നുണ്ടല്ലോ, അടുത്ത ആഴ്ച വരുന്നുണ്ട്. അച്ഛനൊക്കെ ഞാൻ സംസാരിക്കാറേ. എടി ഇവിടെ വിഷയമൊന്നുമില്ല, എനിക്കറിയാമല്ലോ. എൻ്റെ അമ്മ പോയ ശേഷം അമ്മ ഗൾഫിലേക്ക് കയറി വന്നു. ഇവിടെ വന്നിട്ടാണ് എനിക്കൊരു ജോലി സെറ്റ് ചെയ്തിരുന്നത്. ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ നാട്ടിലൊരു വീട്, അച്ഛനുറങ്ങുന്ന മണ്ണിലൊരു വീട്. അത് അമ്മയുടെ ആഗ്രഹമാണ്. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം. അവിടെ അച്ഛൻ്റെ കല്യാണം നടത്തണമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. ആ എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അത് സാറില്ല വന്നോണ്ടിരിക്കും. ആ ഞാൻ വിളിക്കാം. ആ അമൃതയാ. സുഖം. ക്ലാസ്സിന് പോയിട്ട് വന്നല്ലോ. എന്താ ലേറ്റായി? സമയമായില്ലേ? ലേറ്റായിട്ടില്ല. പിന്നെ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. ഒരു കുട്ടിയാ. അമ്മയുടെ സ്വപ്നത്തിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഓക്കെയാണ്. എനിക്കിപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എന്ന് പറയുമ്പോൾ എനിക്കത് ഏറ്റവും വലിയ സന്തോഷം. നിന്റെ ഇഷ്ടം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നിനക്കറിയാലോ നമ്മളെ ഫാമിലി, നമ്മളിവിടെ വന്ന് ഇപ്പോഴാ കുറച്ച് നീ ഇപ്പൊ സെറ്റിലായി. നിനക്കൊരു ഫാമിലി ഒക്കെ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്കൊരാഗ്രഹമുണ്ട്, നാട്ടില് അച്ഛന്റെ മണ്ണിലൊരു വീട് വെക്കണം. നമുക്ക് അവിടെ വെച്ച് നിന്റെ കല്യാണം നടത്തണം. അതാണ് ആഗ്രഹം. അതൊക്കെ അറിയാം, അമ്മയുടെ ആഗ്രഹമല്ലേ, അത് നടത്താം. അങ്ങനെ തന്നെ ചെയ്യാം. മുമ്പോട്ട് അവിടെ വീട്ടിലോളം അച്ഛനോട് പോയി സംസാരിക്കാന്നാണ്. കല്യാണം നാട്ടിൽ വെച്ച് നടത്തണം. നമ്മുടെ അച്ഛന്റെ മണ്ണിൽ തന്നെ നമുക്കും ഒരു വീട് വെക്കണം. ഇവിടെ നിന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നാട്ടിലോട്ട് തന്നെ സെറ്റിൽ ആവണ്ടേ. അതുകൊണ്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ. അറിയാം, നമ്മുടെ സ്വന്തം എല്ലാം നമുക്കറിയാം. കുഴപ്പമില്ല, അതങ്ങനെ തന്നെ പോട്ടെ. എന്തായാലും ഞാൻ അവളോട് സംസാരിക്കും. പോയിട്ട് സംസാരിച്ചിട്ട് അമ്മ വിളിച്ചാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് അമ്മ വരാം. ശരി, ഞാൻ വിളിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയി കുഞ്ഞമ്മേനൊക്കെ കാണണം കേട്ടോ. അമൃതയുടെ അന്വേഷണം പറയും. എത്തിയിട്ട് വിളിക്കാം. ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയിന്നെ. പിന്നെ ഇറങ്ങി വണ്ടിയൊക്കെ പോയി കിട്ടി വരണ്ടേ, ലേറ്റായി. അതാ വിളിക്കാൻ ഞാൻ. ഇന്ന് പോയായിരുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? ശരി ശരി. ശ്രീകണ്ഠ പറ. ആര്? അമൃതേ? അവളാവാൻ കഴിയില്ല. എടാ ശ്രീകണ്ഠ, നീ എന്റെ മോളെ തന്നെയാണോ കണ്ടത്? പറ. ആണോ? എവിടെ? ആണോ? നീ ഒരു കാര്യം ചെയ്യ്, ഫോൺ കേട്ടേ. അച്ഛനോടത്ത് സംസാരിക്കാനുണ്ട്.
ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ അനുജയുടെ വീട്ടിൽ പോയി. ഏതനുജ? അച്ഛൻ അറിയില്ലേ എന്റെ കൂടെ പഠിച്ച അനുജ? അങ്ങനെയല്ലല്ലോ എനിക്കൊരു ഫോൺ കോൾ വന്നത്. ഫോൺ കോളോ? എന്താന്ന്? നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ചങ്ങാതിമാർക്കൊക്കെ നിന്നെ അറിയാം. നിന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുന്നുണ്ട്, കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ. അവനായിട്ട് ഇപ്പോൾ നിനക്ക് ബന്ധമുണ്ടോ? അരുൺ എന്ന് പറയുന്നവനായിട്ട് എനിക്ക് അരുണിനെ മറക്കാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ ഞാൻ പറഞ്ഞു. എന്ത് ക്വാളിറ്റിയാണ് അവനുള്ളത്? അച്ഛൻ പണം നോക്കിയാണ് ഒരാളെ സ്നേഹിക്കുന്നത്. പണം നോക്കി തന്നെയാ സ്നേഹിക്കുന്നത്. പണം നോക്കിയിട്ടേ സ്നേഹിക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. എന്നാലും എനിക്കൊരു ജീവിതം വേണ്ടേ? അത് ഞാൻ ജീവിക്കുന്നെങ്കിൽ അരുണിന്റെ കൂടെ ജീവിക്കും. ഞാൻ കണ്ടെത്തുന്ന ആളെ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പഠിക്കാൻ വിട്ടാൽ പഠിക്കണം. അല്ലാതെ കണ്ട അവളുമാരുടെ മക്കളുടെ കൂടെ അല്ല കറങ്ങേണ്ടത്. എടാ അവൻ ആരാന്നറിയാം നിനക്ക്? അവന്റെ അമ്മ ആരാന്നറിയാം നിനക്ക്? അവരൊക്കെ നല്ല ആൾക്കാരാ, എനിക്ക് നല്ലതുപോലെ അറിയാം. എന്തറിയാം നിനക്ക്? എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ താല്പര്യമില്ല. അവിടെ നിൽക്ക്. ഒന്ന് ഞാനും പറയാം. നിന്റെ മനസ്സിലിരിപ്പിതാണെങ്കിലേ എനിക്ക് ചിലത് ചെയ്യേണ്ടി വരും. ഒക്കോ അയാൾ അവനെന്ന് വിളിക്കുന്നുണ്ട്. ബാക്കി പിന്നെ പറയാം. ഹലോ, അരുണല്ലേ? മോൻ എവിടെ ഇപ്പം? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? വർമ്മ. അമൃതയുടെ അച്ഛൻ. എവിടെ ആണോ? ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ? വീട് വരെ? പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണ്ടേ നമുക്ക്? വന്നേക്കണം കേട്ടോ. ശരി. കയറി വയറണേ. കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. എപ്പോ ഒന്ന് മാറില്ല? ഞാൻ മിനിഞ്ഞാന്നെത്തി. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കുഴപ്പമില്ല, ഹാപ്പിയാ. എന്താണ് ഒരു ടെൻഷൻ പോലെ? എന്ത് പറ്റി? എന്റെ മോളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ അല്ലേ? വേറെ ആരും കിട്ടിയിട്ടില്ല അല്ലടാ. മുഖത്തോട് സംസാരിക്കടാ. ആണാണെങ്കിൽ മുഖത്തോട് സംസാരിക്കണം. അമ്മയുടെ മകളെ പ്രണയിക്കാൻ മാത്രം എന്ത് തൻ്റെടാണ് നിനക്കുള്ളത്? ഞാൻ പ്രണയിച്ചപ്പോ ആ കുട്ടി വർമ്മയുടെ മോളാണോ മേനോന്റെ ഭാര്യയാണോ എന്ന് നോക്കിയിട്ടില്ല. ഞാൻ ആരാണെന്നറിയാമോ നിനക്ക്? അമൃതയുടെ അച്ഛനാണെന്നുള്ള ഒറ്റത് മാത്രമേ നിനക്കറിയൂ. അതെ. എന്റെ ചരിത്രം എന്താണെന്നറിയാം നിനക്ക്? അത് വിട്ടൊക്കെ എതിർത്ത് കഴിഞ്ഞാലും നീ എന്റെ മകളെ കല്യാണം കഴിക്കും. അവൾക്ക് സമ്മതമാണെങ്കിൽ എന്തായാലും കല്യാണം കഴിക്കും. അവൾക്ക് സമ്മതം അല്ലെങ്കിലും അതവളങ്ങനെ പറയില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ എന്റെ മകളെ നീ കല്യാണം കഴിക്കും. അതെ. അത് ആരെതിർത്താലും നീ കല്യാണം കഴിക്കും അല്ലേ? ഇപ്പൊ നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പണമെങ്കിൽ മാത്രമല്ലേ അത് നടക്കൂ അല്ലേ? അതെ. അരുണേ, ജീവിച്ചിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പിലാണ് എനിക്കറിയാം. എന്റെ അമ്മ ആരെന്ന് എനിക്ക് അറിയാം. അത് മുന്നേ ഇപ്പൊ ഗൾഫ് പോയതിനു ശേഷം നാട്ടിലുണ്ടാകുന്ന എന്റെ അമ്മ പറയാമെന്നറിയാവോ? എടാ പുള്ള, നിനക്ക് എത്ര അച്ഛനുണ്ടെന്നറിയോ? വർമ്മ സാറേ, കൈ മാറ്റടാ. ഇങ്ങനെ കുറെ ചൂണ്ടുകളിലൊക്കെ കണ്ടവനെ ഞാൻ. നീ എന്താണ് വിചാരിച്ചേ? മകനെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വന്നത് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാണെന്ന് വിചാരിച്ചടാ നീ? എനിക്ക് എന്ത് ധൈര്യമുള്ളത്? എന്ത് ക്വാളിറ്റി ഉണ്ടോ നിനക്ക്? താനാണെന്ന് അവന്റെ വിചാരം. എടാ, നീ കാട്ടാരെ പറ്റി പൈസ ഉണ്ടാക്കി വർമ്മയാണ് രാജാവാണെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമല്ല. പറ, നീ പാടാറെ പറ്റി പറയാം. താനാണോ? നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടോ എന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്? നിനക്ക് എന്ത് അന്തസ്സുണ്ടാ? നിന്റെ അമ്മയോട് ചോദിക്കടാ. അമൃത ഒരാളെ കണ്ടോണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. അവൾ ആരാണെന്ന് നിന്റെ അമ്മയോട് പോയി ചോദിക്കേ. എന്റെ അമ്മ ആരാണെന്ന് എനിക്കറിയാം. എന്റെ ഭാഗം വേണ്ട. നിന്നെക്കാളും ഈ നാട്ടുകാർക്കറിയാം നിന്റെ അമ്മ ആരാണെന്നുള്ളത്, എങ്ങനെയായിരുന്നു ജീവിച്ചെന്നുള്ളത്. അമ്മ സാറേ, എന്നെ കുറച്ച് പുത്തൻ കാശൊക്കെ വന്ന് ഗൾഫിൽ പോയിട്ട് ഒരു എന്താ പറയുക 3-4 കൊല്ലം അവിടെ നിന്നപ്പോ ഇതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല മോനെ. അമൃതയുടെ അച്ഛനെന്നുള്ള സ്ഥാനം ഞാൻ മറക്കും. അല്ല, നീ എന്ത് ചെയ്യണം എന്നെ? നീ എന്ത് ചെയ്യുന്നേ? നിർത്താൻ വേണ്ടിട്ടല്ല. ഞങ്ങളെ സ്നേഹിച്ചുള്ള ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഉറപ്പ്. അപ്പൊ എന്റെ പേര് കളയും. എനിക്ക് ഈ സമൂഹത്തിലുള്ള പേര് കളയും. കാരണം എനിക്ക് പേരാണ് വലുത്. ഉറപ്പാണോ? സ്വന്തം മോളല്ല. മേലാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലത് ചെയ്യേണ്ടി വരും എന്നുള്ളത്. എനിക്ക് എന്റെ മോളാ വലുത്. എനിക്ക് ഭൂമിയിൽ അവൾ മാത്രമേ ഉള്ളൂ. അവളെ സുരക്ഷിതമായിട്ടൊരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. അതിന് വേറെ വഴിയൊന്നും ഞാൻ നോക്കുന്നില്ല. മനസ്സിലാക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വിവാഹമോചനത്തിൽ എത്തുന്നതിനേക്കാൾ നല്ലത് സ്നേഹിക്കുന്നവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ? എല്ലാ രക്ഷകർത്താക്കൾക്കും വേണ്ടി